സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ്. അല്ലേ, നമ്മുടെ വിശ്വാസത്തിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് തോമാസ് ശ്ലീഹായുടെ ഒരു വിശ്വാസമാണ്. ഇന്ത്യയിലെ എല്ലാ വിശ്വാസികളുടെയും ഒരു വലിയ ശക്തിയാണ് തോമാസ് ശ്ലീഹ എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖാന തിരുനാളിന്റെ എല്ലാ ആശംസകളും നേരുമ്പോൾ ആദ്യമേ തന്നെ നന്ദിയുടെ ഒരു വാക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് ഒരു 82K ഒക്കെ വ്യൂസ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. കാരണം അത് നൽകുന്ന പ്രോത്സാഹനം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്താൽ അത്രയും നല്ലത് എന്ന് കരുതിയാണ് നമ്മൾ കാണുന്ന ചില വീഡിയോസൊക്കെ എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ക്രിസ്തീയമായ ഒരു സന്ദേശം കൊടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അതിന് നിങ്ങൾ നൽകുന്ന ഈ പ്രോത്സാഹനത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ആരോടും പരിഭവമില്ല, ദേഷ്യമില്ല. നിങ്ങളുടെ ഈ പ്രോത്സാഹനത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, നമ്മൾ ദുഃഖാന തിരുനാളിന്റെ ആ ഒരു ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. വി ഡി സതീശന്റെ ഒരു വീഡിയോ കണ്ടു. ഒരുപക്ഷെ ഞാൻ ആലോചിച്ചു പോയി, ഞങ്ങൾ അച്ഛന്മാരെക്കാളും വളരെ മനോഹരമായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രി ആണോന്ന്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ലൂർദ് മാതാ ഫൊറോന പള്ളി നടന്ന ദുഃഖാന തിരുനാളിന്റെ സ്നേഹ സംഗമത്തില് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എം.പി. ജോസഫിന്റെ ഒരു പുസ്തകത്തിന്റെ വേളയില് അവരെല്ലാവരും തോമസ് ശ്ലീഹായെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഡൗട്ടിങ് തോമസ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോമസ് ശ്ലീഹായുടെ ഒരു തിരുനാൾ ഒരു പ്രസംഗം നടത്തി എങ്ങനെയിരിക്കും, അതുപോലെയുള്ള ഒരു മനോഹരമായ ഒരു പ്രസംഗമാണ് അവിടെ കാണാൻ സാധിച്ചത്. വളരെ എടുത്തു പറയേണ്ട ഒരു പ്രസംഗം തന്നെ. അത് കേട്ടിരുന്നു പോകും. കാരണം ഒരു വൈദികൻ കുർബാന മധ്യേ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ ആ ഒരു ശൈലിയിലാണ്. വളരെ മനോഹരമായി തോമസ് ശ്ലീഹയെ കുറിച്ച് ബൈബിളിൽ വളരെ കുറച്ച് ഭാഗത്താണ് പറയുന്നത്. ആ പറയുന്നതിൽ തന്നെ തോമസ് ശ്ലീഹായുടെ ആ ഡൗട്ടിങ് തോമസ് എന്ന രീതിയിലേക്ക് നമ്മൾ വിളിക്കുന്ന ആ ഒരു സംഭവം അത് എടുത്തു പറയുന്നുണ്ട്. അല്ലെ, ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് തോമസ് ശ്ലീഹ ഇല്ലായിരുന്നു. അപ്പോൾ അവരെല്ലാം ഞങ്ങൾ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്റെ കണ്ണുകൾ കണ്ട് കാണണം, എന്റെ കൈകൾ കൊണ്ട് ആ വിലാപ്പുറത്ത് തൊട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ആ ഒരു ശാഠ്യത്തെ ആണ് നമ്മളെല്ലാവരും പ്രസംഗം പറയുമ്പോൾ സംശയിക്കുന്ന തോമസ് ആയിട്ട് ചിത്രീകരിക്കുക. പക്ഷേ ഈ വി ഡി സതീശ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതേ ആശയത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും പ്രസംഗം പറയുമ്പോൾ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും സംശയിക്കുന്ന തോമസ് ശ്ലീഹ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കൊച്ചുകുട്ടിയുടെ ശാഠ്യത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ സൂചിപ്പിക്കാറുണ്ട്. കാരണം തോമസ് ശ്ലീഹായുടെ തിരുനാളിന്റെ ആ ദുഃഖാന തിരുനാളിൽ എപ്പോഴും ഞാൻ എടുത്തു പറയുന്നത് ആ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞുകുട്ടിക്ക് ഉണ്ടാവുന്ന ശാഠ്യം എനിക്കും നിങ്ങൾ അനുഭവിക്കണം എന്ന ആ ഒരു ശാഠ്യം, അത് തന്നെയാണ് തോമസ് ശ്ലീഹായ്ക്കും ഉണ്ടായിരുന്നത്. ആ യേശുവിനെ മറ്റു ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ട പോലെ എനിക്കും അനുഭവിക്കാൻ സാധിക്കണം, എനിക്ക് നേരിട്ട് കാണാം. കാരണം ഇതാ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മറ്റുള്ളവർ അനുഭവിച്ച പോലെ എനിക്കും അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു തോമസ് ശ്ലീഹയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് വല്ലാത്തൊരു ശാഠ്യമായിട്ട് പുറത്തേക്ക് വന്നു. പക്ഷെ അത് നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ഒരു സംശയാലുവിന്റെ ഒരു രീതിയായിട്ടാണ്. പക്ഷെ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പറയുന്ന ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്, അല്ലെ, സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ. അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇതുവരെ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, സയന്റിസ്റ്റുകൾ എന്താണ് പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയുള്ളൂ. ആ ഒരു ശാഠ്യമായിരുന്നു തോമസ് ശ്ലീഹായെ കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ തന്നെ ഒന്ന് എടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? പലപ്പോഴും അടുത്ത് അനുഭവിച്ചറിഞ്ഞാൽ പോലും വിശ്വസിക്കാൻ തയ്യാറായി. ഇനിയും മലയാളികൾ പഠിക്കില്ല എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ, എത്ര അനുഭവിച്ചാലും പഠിക്കില്ല, വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അല്ലെ, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. അല്ലെ, ഓരോ വാഗ്ദാനങ്ങളുമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ വീണു പോകും. അല്ലെങ്കിൽ ഇലക്ഷന് തൊട്ടു മുമ്പ് നടക്കുന്ന എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച് കിട്ടുമ്പോഴേക്കും അതില് വീണു പോയിട്ട് നമ്മൾ ഒന്നും നോക്കാതെ, എന്നാൽ അതുവരെ നമ്മൾ അനുഭവിച്ചത് എന്താണ്? വിലക്കയറ്റം ഉണ്ടാവില്ല, ഇനി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വില കയറ്റില്ലെന്ന് പറഞ്ഞ് പാട്ട് തന്നെ പിന്നെ ഇരട്ടി വില കയറ്റി അങ്ങനെയുള്ളതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും ക്ഷാമമായി തുടങ്ങി. എന്നിട്ട് നമ്മൾ പഠിക്കാതെ വീണ്ടും അവർ തന്നെ പുറകെ പോകുന്ന ഒരു കാഴ്ച. ഞാനിവിടെ രാഷ്ട്രീയം പറയുകയെന്ന് ചിന്തിക്കരുത്. കാരണം നമ്മൾ എത്ര അനുഭവിച്ചാലും പഠിക്കാത്ത ചില കാര്യങ്ങൾ, അവിടെ തോമസ് ശ്ലീഹായുടെ വിശ്വാസം നമ്മുടെ ഒരു മാതൃകയായിട്ട് എടുക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ശാഠ്യം ഉണ്ടല്ലോ, എനിക്കും അനുഭവിച്ചറിയണം. പക്ഷേ അതേ എടുത്തു പറയുന്ന ഒരു കാര്യം
ഉണ്ട്. യേശു വീണ്ടും വന്നപ്പോൾ നീ എൻ്റെ അടുത്ത് വരിക, നിന്റെ വിരൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ അത് ചെയ്തു നോക്കാൻ തുനിയുന്ന ഒരു തോമസ് ലീഹയല്ല നമ്മൾ കാണുന്നത്. മറിച്ച് എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ആ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് തോമസ് ലീഹ നൽകിയത്, അല്ലേ? അപ്പോൾ അതുപോലെ ഉള്ള ഒരു വിശ്വാസം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പലരും ഇത് എന്താണ് ഈ പറഞ്ഞു ഉണ്ടാക്കുന്നത്, പക്ഷെ ഇതൊരു സുവിശേഷ പ്രഘോഷണമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു വീഡിയോയിലാണെങ്കിലും അതിൽ നിന്നൊരു സന്ദേശം കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ആ വീഡിയോ ആ ഒരു ആംഗിളിലൂടെ നോക്കി കാണുക. ചിലരൊക്കെ ഇത് കൊട്ടേഷനൊന്നും പറയാതെ ചുമ്മാ അങ്ങ് അടിച്ചു വിടുകയല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ ഉദ്ദേശം അതാണോ? ഞാൻ തുടക്കത്തിലെ തന്നെ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആർക്കെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കിട്ടട്ടെ. നിങ്ങൾ കാണുന്ന വീഡിയോ തന്നെ ഞാൻ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആ വീഡിയോ നോക്കി കാണുന്നത്, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, അതെല്ലാം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് ഏത് ആംഗിളിലാണ് ഞാൻ നോക്കിക്കേണ്ടത്, അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുക, ശരിയാണ്, ഇങ്ങനെയും അതിനൊരു അർത്ഥം ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അപ്പൊ അതുകൊണ്ട് ഈ വി.ഡി. സതീശന്റെ ഈ പ്രസംഗം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഇത് ദുഃഖാന തിരുനാളിന്റെ ഒരു സന്ദേശമായിട്ട് കരുതുക. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ തോമസ് ലീഹയുടെ ആ വിശ്വാസത്തെ നമുക്ക് എടുത്ത് ഉയർത്തി കാണിക്കാം. മറിച്ച് സംശയാലുവായ തോമസ് ലീഹയല്ല, എപ്പോഴും വിശ്വസിക്കുന്ന, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിനെ അതുപോലെ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച ആ തോമസ് ലീഹയുടെ നല്ല അനുയായികളായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം, അല്ലെ? തൊട്ട് വിശ്വാസികൾ എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് തോമസ് ലീഹയുടെ ഉദാഹരണങ്ങളിൽ. കാരണം നമ്മളും അതുപോലത്തെ ഒരു ചിന്താഗതി ഉള്ളതാണ്, തൊട്ടറിഞ്ഞാലേ വിശ്വസിക്കൂ എന്ന്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് കേട്ടറിവിലും സത്യമുണ്ടെന്നും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരാൻ ഈ ഒരു ദുഃഖാന തിരുനാൾ നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഉള്ള ഒരു ചെറിയൊരു പരിശ്രമമായിട്ട് ഈ വീഡിയോയിൽ കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.